ഹായ് ഹലോ, രാജു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് കുറെ കുട്ടികൾ ചോദിക്കുകയാണ്, അമ്മ എന്ത് ചെയ്യും, മുടിയില് നമുക്ക് ഡൈ ഒന്നും തേക്കാൻ പറ്റില്ല, എണ്ണകളും തേക്കാൻ പറ്റില്ല, അമ്മ എന്തേലും ഒരു മരുന്ന് പറഞ്ഞു തരുമോന്ന്. അപ്പൊ മക്കളെ, ഡൈ ഒന്നും വേണ്ട, നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇത് കുളി കഴിഞ്ഞിട്ട് തേച്ചാൽ മതി. ഈ കുളിക്കണതിന്റെ മുന്നേ തേക്കാച്ചാൽ 1 മണിക്കൂർ മുന്നേ തേക്കണം. കുളി കഴിഞ്ഞിട്ടാച്ചാൽ അത് നിങ്ങൾക്ക് രാത്രി കിടക്കുമ്പോഴും രാവിലെ കുളി കഴിഞ്ഞിട്ടും ചെറിയൊരു നനവോട് കൂടിയിട്ട്, രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ നനവ് കഴിഞ്ഞിട്ടേട്ടോ മുടി ചീന്തി കെട്ടി വെക്കാൻ പാടുള്ളൂ. ഒന്ന് ഉണങ്ങാൻ തരത്തിൽ 1 മണിക്കൂർ മുന്നേ തലയിലാക്കണം. രാവിലെ നേരം നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഇത് തലയിൽ കൂടെ ഒന്നിങ്ങനെ ഇലയിൽ കൂടെ ഒക്കെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അതിന് നമുക്ക് കരിഞ്ജീരകം മാത്രം മതി മക്കളെ. ഇത് നന്നായിട്ട് ഈ അമ്മിയിൽ പൊടിക്കട്ടെ കേട്ടോ. ഇതിന് നമുക്ക് അടുപ്പിൽ വെച്ചില്ലേ, ഇനി ഇതൊരു 10 മിനിറ്റ് തിളച്ചിട്ടൊന്ന് കുറുകട്ടെ കേട്ടോ. ഈ മരുന്ന് ഉണ്ടാക്കാൻ ഇത് ആദ്യം നമ്മൾ നല്ല ഒന്ന് തിളപ്പിച്ച് കുറുക്കണം. അപ്പൊ അത് അത്യാവശ്യം തിളച്ച് കുറുകിട്ടോ. കണ്ട, 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് വരെ മതി കേട്ടോ നമ്മള് കുറുക്കുക. അപ്പൊ നമ്മളെ കരിഞ്ജീരകം 10 മിനിറ്റ് നന്നായി തിളപ്പിക്കണം കേട്ടോ. നിങ്ങള് കുറുകണം ഒന്ന് 10 മിനിറ്റ് നല്ല വെട്ടി തിളച്ച് കുറുകണം. കണ്ടോ, എന്നിട്ട് നമ്മളിതിങ്ങനെ അരിച്ചെടുക്കണം. നല്ല തണുക്കണം കേട്ടോ മക്കളെ, എന്നിട്ട് ഇത് അരിക്കാവൂ. ഇതിലേക്ക് സത്ത് മുഴുവൻ ഇതിലേക്ക് ഇറങ്ങണം. കണ്ടല്ലോ, അപ്പൊ ഇതിന് നല്ല സത്ത് ഇറങ്ങി. ഇനി ഇതിലെന്താ നമ്മൾ ചേർക്കുക എന്നറിയോ? കണ്ടോ, അലോവേര ജെല്ല്. നമുക്കിത് വീട്ടിലുണ്ടാക്കണ ജെല്ലല്ല കേട്ടോ, നമ്മളിത് വാങ്ങിയതാ. വീട്ടിലുള്ള ജെല്ലാണെങ്കിൽ വേഗം കേട് വരുള്ളൂ. ഇത് നമുക്ക് കുറെ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങിയ ജെല്ല് വേണം. അപ്പൊ നമ്മ അതുകൊണ്ടാണ് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിയ ജെല്ല് എടുക്കണം. നമ്മളെ വീട്ടില് കറ്റാർവാഴ ഇല്ലായിട്ടല്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് നമ്മള് കുറച്ച് കണ്ടോ. ഇതിന്റെ കളറ് നിങ്ങൾ അലോവേര ജെല്ല് വാങ്ങുമ്പോൾ മക്കളെ ഈ പച്ച കളറുള്ളത് വാങ്ങണ്ട കേട്ടോ. ഇങ്ങനെ വെള്ള കളറുള്ളത് വാങ്ങിയാൽ മതി. കണ്ടോ, ഇതാവുമ്പോ നമുക്ക് സുഖാണ്, ഒരു കേടുമില്ല. മറ്റേനൊരു സുഗന്ധവും പച്ച കളറൊക്കെ ആകുമ്പോൾ നമുക്കൊരു സുഖമില്ല. കണ്ടോ, ഇത് ഇതിലേക്ക് നന്നായിട്ട് നമ്മൾ കലക്കണം. പിന്നെ എന്താ നമ്മൾ ഇതിലേക്ക് കൂട്ടുകയെന്നറിയോ? കണ്ടോ, കാസ്റ്റർ ഓയിൽ നമ്മൾ ഒരുപാട് കൂട്ടാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇത്ര അളവിലേക്ക് നമുക്കൊരു 4 തുള്ളിയേ വേണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫില്ലറിൽ എടുക്കുക, എന്നാ പിന്നെ ഏറില്ല. കണ്ടോ, ഫില്ലറിൽ എടുക്കാം നമുക്ക്. കണ്ടോ, 1 2 3 ഒരു 4 തുള്ളി. കണ്ടോ, അതിന് തന്നെ ഉള്ളൂ. കണ്ടോ, ഫില്ലറിൽ ഒരു ഫില്ലർ നമുക്ക് എടുക്കാൻ വേണം, ചെറിയ ഫില്ലർ. കണ്ടോ, ഇനി ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കുക. കണ്ടോ, പിന്നെ അപ്പൊ ഞാനിതിങ്ങനെ യോജിപ്പിക്കുമ്പോൾ കുറച്ച് വർത്താനങ്ങളോട് പറയട്ടെ. അപ്പൊ മുടി കൊഴിച്ചില്, മുടി അതുപോലെ കറുത്ത് വരുന്നില്ല, പെട്ടെന്ന് നരയ്ക്കുക, അകാല നര, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഇതിന് പറയുക എന്താണെന്നറിയോ? ഹെയർ സെറം എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ഈ സെറം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉപയോഗിക്കുക പലർക്കും അറിയില്ല അല്ലേ. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് മുടിയൊക്കെ നന്നായി വേറെടുത്തി കെട്ടി നമ്മള് എണ്ണ തേച്ചിട്ടോ തേക്കാതെ നിങ്ങൾക്ക് കുളിക്കാം. പക്ഷെ ഇതില് നമ്മൾ എന്ത് ചെയ്യണം? എണ്ണ തേച്ച ദിവസം നമ്മൾ ഷാമ്പു ചെയ്ത് എണ്ണ കളയണം മുടിയിലത്തെ. അപ്പൊ കാരണം നമ്മൾ ഇതിൽ അലോവേര ജെല്ലും കാസ്റ്റർ ഓയിലും ഉണ്ട്. അപ്പൊ നമ്മളെ മുടി എന്താണ്, നല്ല ഷൈനി ആയിട്ട് നിൽക്കും. കാരണം അലോവേര ജെല്ല് നമുക്ക് ഷാമ്പു തേച്ച ദിവസമൊക്കെ നമ്മളൊരു കണ്ടീഷണർ ഉപയോഗിക്കാൻ നമ്മൾ അലോവേര ജെല്ലിൽ ആ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്തെങ്കിലും പൊട്ടിച്ചൊഴിച്ചിട്ടാണല്ലേ നമ്മൾ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ നാച്ചുറൽ കണ്ടീഷണർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ. പിന്നെ അതിൽ കാസ്റ്റർ ഓയിലും. അപ്പൊ 2 3 കൂടി ആകുമ്പോ നമ്മളെ മുടി നല്ല കട്ടിയില് കറുത്ത് വളരും മക്കളെ. അപ്പൊ എണ്ണ തേക്കാൻ പാടില്ലാത്തവർക്കൊക്കെയും അപ്പൊ നമ്മൾ കാസ്റ്റർ ഓയിലിന്റെ അളവ് ഒന്നും കൂടി കുറച്ചിട്ട് എടുത്തോളൂ. പക്ഷെ ഒരു ചെറിയ തോതിലല്ലേ, ഇതിപ്പോ നമ്മൾ ഒരു ദിവസം കൊണ്ട് കഴിക്കില്ലല്ലോ. ഇത് നമുക്ക് 2 ആഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങണ അലോവേര ജെല്ല് കൂട്ടിയത്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞില്ല അപ്പോഴും അല്ലെ. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കുക? എണ്ണ തേച്ച് കുളിച്ച ദിവസമാണെങ്കിൽ ഷാമ്പൂ തേച്ചിട്ട് എണ്ണ കളഞ്ഞതിന്റെ ശേഷം ചെറിയൊരു നനവുള്ള മുടിയിൽ നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ ആക്കാം.
സ്പ്രേ ബോട്ടിലാണ് എപ്പോഴും നമുക്ക് ഉപയോഗം. കാരണം ഇതിൽ നിറച്ചിട്ട് നമ്മളിങ്ങനെ അത് മുടിയിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടെന്നറിയോ, എല്ലായിടത്തും കൂടി ആവും. ഇത് ഇഴകളിലും മൂട്ടിലൊക്കെ ലൈറ്റ് ആയിട്ട് കേട്ടോ. ഇതിലിങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾ സംഘടിപ്പിച്ച് വെച്ചോളുണ്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട്, പക്ഷെ അത് ശരിയാവില്ല. അതിന് കയ്യിലെടുക്കുക എന്നാ പിന്നെ വേദട്ടോ, തൊട്ട് തലോടുക. അപ്പോഴും ഇത് എന്താ, നമ്മൾ എന്ത് വേണം, കുപ്പിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം പുറത്തേക്ക് വെക്കണം, അല്ലെങ്കിൽ കേടുവരും. കൈ കൊണ്ട് തൊട്ടത് പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കി പാർന്ന് വെക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിത് 2 ആഴ്ച ഒരു ഹെയർ സെറം നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് കൊഴുപ്പൊക്കെ ഉണ്ട് അതിന്. അപ്പൊ നല്ല കണ്ടീഷണർ പോലെ നിൽക്കും മുടി, നിങ്ങൾ ഷാമ്പു ചെയ്ത് കുളിച്ചാലും. അപ്പോൾ രാവിലെയും രാത്രിയും ചെയ്യാം. രാത്രി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, കടക്കണേന്റെ തൊട്ട് മുന്നേ ചെയ്യരുത്, 1 മണിക്കൂർ മുന്നേ വേണം. മുടി നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഇതിലേക്ക് പിടിക്കണം. ഹെയർ സെറം നമ്മളെ മുടിയിലേക്ക് തലപ്പത്തൊക്കെ തേക്കാട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ രാവിലെ വരെ അങ്ങനെ വെച്ചിട്ട് പിന്നെ രാവിലെ കുളിക്കും. വീണ്ടും നമുക്ക് കുളി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. സ്ഥിരം എണ്ണ തേക്കുന്ന ആൾക്കാരെ എണ്ണ പറ്റ കഴുകി കളഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവൂന്ന് മാത്രം. എണ്ണ ഉണ്ടെങ്കിൽ ആവണക്കണ്ണടിയും ഈ നമ്മളെ അലോവേര ജെല്ലടിയും കൂടി പശുപശപ്പോണ്ട് നമുക്ക് മുടി ഒട്ടി ഒട്ടി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കറുത്ത് തഴച്ച് എന്താ കാട് പോലെ വെട്ടിയാലും തീരാത്ത മുടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ മുടി ഉണ്ടാകും മക്കളെ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. പിന്നെന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മടണം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.